ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എണീറ്റു. എന്താ പരിപാടി? കണ്ടിരുന്നു നല്ല വേറെ പണിയൊന്നുമില്ലല്ലോ. ഓ നെയ്ബ്രോ അന്നിപ്പോ ഒളിച്ച് നെയ്ബ്രോ എന്തിനാ ഓടി ഒളിക്കണേ? നെയ്ബ്രോ പറക്കുന്നു ഇടുന്നത്. അപ്പൊ രാവിലെ തന്നെ നമുക്ക് കാപ്പി. രാവിലെ മെസ്സേജ് എഴുതാ ഞങ്ങളും വരുന്നുണ്ട്. മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുക. മുട്ട. ഓ ഇതാര്? ബെല്ലാതനോ? ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. അതിനു മുമ്പേ നിങ്ങള് ഞാനും കൊമ്പച്ചനും കൂടി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാന്നല്ലേ പറഞ്ഞേ? ഇല്ല, ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പറയത്തുള്ളൂ. എന്ത് ഞാൻ പറയും. ബെല്ലാതിന്റെ കാര്യം നോക്കിയാ മതി കേട്ടല്ലേ? അപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മുടെ കൊമ്പാസിനായിട്ട് ചെറിയൊരു ബെറ്റ് നമ്മൾ വെക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും അത് പോയി കണ്ടിട്ട് വാ. ബെറ്റ് ഇതെല്ലാത്തിനും കാരണം ഇയാളാ. നിങ്ങൾ അത് പോയി കണ്ടിട്ട് വാ. അപ്പൊ എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ ഇവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെ ഗൈസ്. അപ്പോ എന്താന്ന് വെച്ചാൽ അതിനെ കുറിച്ച് നമ്മളിപ്പോ ഒന്നും പ്രതികരിക്കുന്നില്ല അല്ലെ? പ്രതികരിക്കാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്ക എവിടെയല്ല, ഇക്കാണെങ്കിൽ തമിഴ്നാട്ടിൽ പോയേക്കാണ്. ലാസ്റ്റ് വ്ലോഗില് കണ്ടിട്ടുണ്ട്. നമ്മളായിട്ട് ഇനി ഒന്നും പറയണമെന്നാണ് ഇക്ക നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. തിരുപ്പൂര് തിരിച്ചു വന്നിട്ട് അതിനുള്ള കാര്യങ്ങള് വ്യക്തമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഇക്ക തിരുപ്പൂര് പോയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ടീഷർട്ടിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ ഉടനെ തന്നെ ടീഷർട്ടിന്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 1 വീക്ക് ആവും ഗൈസ്. ഏകദേശം ഒരു 1 വീക്ക് ആവുമ്പോഴേ ഇക്ക തിരിച്ച് വരത്തുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ മറ്റേ വീട്ടിലേക്ക് പോകാം. പാനിപൂരി ചലഞ്ച് ആണ്. അപ്പൊ നമുക്ക് എത്ര മിനിമം പാനിപൂരി വേണമെന്ന് ചോദിച്ചപ്പോ ഇവൻ പറയണം 1000 പാനിപൂരി വേണം. പക്ഷെ എന്നോട് തിന്നൂന്ന് ചോദിച്ചു. 1000 പാനിപൂരി തിന്നൂന്ന് ചോദിച്ചാൽ ആ പറഞ്ഞ 1000 തിന്നുന്നു. 1000 തിന്നുവാണെങ്കിൽ അവന് ഞാൻ എന്റെ ആർസി എഴുതി കൊടുക്കും. എന്റെ വണ്ടി എനിക്ക് എഴുതന്നെ. എനിക്ക് തരാൻ പറ്റുന്നതല്ലേ ചലഞ്ചിൽ വെക്കാൻ പറ്റുള്ളൂ അല്ലേ? തരാൻ പറ്റുന്നല്ലേ ചലഞ്ചിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ തരാൻ പറ്റുന്നതായിട്ട് എന്റെ ഗെയിമിംഗ് PC, ഞാൻ ഇത്രയും നാളെ കഷ്ടപ്പെട്ട് വരെ ഉണ്ടാക്കി എന്റെ ഗെയിമിംഗ് PC ഞാൻ കൊമ്മാസിന് എഴുതി തരും. ഞാൻ എഗ്രിമെന്റ് എടുത്തു. ഒരു PC ഒന്നും ചെയ്യുന്നില്ല. എന്റെ ഗെയിമിംഗ് PC ഞാൻ എഴുതി കൊടുക്കും. എഗ്രിമെന്റ് ഗെയിമിംഗ് PC അല്ലെങ്കിൽ കൊമ്പന്റെ RC390 കേട്ടല്ലേ? അല്ല, വണ്ടിക്ക് വണ്ടി, നിന്റെ വണ്ടി എനിക്ക് തരുന്നില്ല. ഗെയിമിംഗ് PC തരാന്ന് പറഞ്ഞില്ലേ? അതും വെറുതല്ലേ? ഗെയിമിംഗ് PC തരാന്ന് പറഞ്ഞില്ലേ? തരാൻ പറ്റുന്ന ചലഞ്ചിന് വെക്കാൻ ഞാൻ പറയട്ടെ. കൊടുക്കാൻ പറ്റാത്ത ചലഞ്ച് വെക്കാൻ പറ്റൂല. 1000 എന്നിട്ട് RC390 500 അല്ലേ? 1000 തിന്നു അവൻ തന്നെ. 1000 തിന്ന് കാണിക്കും. 500 ആണ്. ഓക്കെ, ഞാൻ സമ്മതിക്കാം. 500 ഞാൻ 1000 രൂപ വെച്ചു. പോകുന്നുള്ള പേടിയാണ്. 500 ഗെയിമിംഗ് PC അതാണ്. 500 തരാൻ പറ്റുന്നതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. വണ്ടിയല്ല വേറെ എന്തുകൊണ്ടല്ലേ ചോദിച്ചു? അല്ലാണ്ട് വേറെ എന്തോ കഴിക്കാൻ പറ്റില്ല. നിന്നെ പോലും വേണ്ട. 500 വണ്ടിയാണെങ്കിൽ കൈവെക്കും. 500 വണ്ടിയാണെങ്കിൽ കൈവെക്കും. 500 തിന്നുന്നുണ്ടെങ്കിൽ
പിന്നെ കൈ വെക്കണം. അതാണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ഞാൻ പറയും. അതൊന്നുമില്ല. അപ്പൊ മേടിച്ച് 500 തിന്നാൻ പറ്റുമെങ്കിൽ പിന്നെ കൈ വെക്കണം. 500 തിന്നാൻ ഒരു കൈ വെക്ക്. 500 തിന്നാൻ പറ്റുമല്ലേ? അല്ലല്ല പറയണ്ട 500 തിന്നാൻ പറ്റുമല്ലേ? 500 തിന്നാൻ പറ്റുമല്ലേ? അത് മാത്രം പറഞ്ഞാൽ ഇല്ല 500 തിന്നാൻ പറ്റുമില്ല. അത് പറഞ്ഞാൽ 500 എണ്ണം തിന്നുകയും ചെയ്യും. വിട്ടിട്ട് ഒരു കളിയില്ല. വണ്ടിയില്ലാതെ വേറെ എന്ത് വേണം ചോദിച്ചോ? വണ്ടി ഞാൻ എന്റെ പൊന്നു പോലെ സ്നേഹിക്കുന്നതിന്റെ വണ്ടി വിട്ടിട്ട് ഞാനൊരു കളി കളിക്കൂല. അതും എന്റെ ഇതാ. ഞാൻ തരൂന്ന് പറഞ്ഞല്ലോ. കാര്യം പറയണേ, ഈ 500 തിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നീക്കുന്ന ബൈക്ക് പറ്റി വെച്ചാല് എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള മണ്ടന്മാര് പറയുന്ന പോലെ ഞാൻ ഉടനെ എന്റെ എല്ലായിടത്തും ഞാൻ റിസ്ക് എടുക്കൂല. തിന്നാൻ പറ്റും. കൊമ്പനെ കുഴപ്പമില്ല പെറ്റുവച്ചാരാ ഇല്ല പെറ്റുവച്ചാരാ അപ്പൊ ബെറ്റ് വെച്ചാരാ? 500 ഡോമിനാറാണ് കൈ വെക്കും. 500 ഡോമിനാറാണ് കൈ വെക്കും. ഗെയിമിംഗ് PC ആവശ്യമില്ല. 500 ഡോമിനാറാണ് കൈ വെക്കും. ഈ ലേലം വിളി ഇവിടെ നിർത്തുന്നു. ഓക്കെ ബൈ. എഡ്വിൻ PC പഠിച്ചിരിക്കുന്നു. എഡ്വിൻ PC ബൈ ബൈ. എടാ ജയിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പ് കൈ വെക്കടാ. ഗെയിമിംഗ് PC എനിക്കൊന്ന് സത്യം പറഞ്ഞ വാക്ക് പാലിക്കണം. അതുകൊണ്ടാണ് ഗെയിമിംഗ് PC പറഞ്ഞത്. ഇനി അഥവാ ഇനി പറ്റിയില്ലെങ്കിൽ എനിക്ക് ഡോമിനാർ കൊടുക്കാൻ പറ്റൂല. പറ്റൂല. അതല്ല 500 തിന്നാൻ പറ്റൂല. അതാണ് യാഥാർത്ഥ്യം. അതല്ല കൊടുക്കാൻ പറ്റാത്ത സാധനം നമുക്ക് ചെയ്യാൻ പറ്റുമോ? ആദ്യമേ അവനാണ് പറഞ്ഞത് അവന്റെ വണ്ടി കൊടുക്കാൻ വണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. അതിന് പകരം വേറെ തരാന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. നമ്മൾ സമ്മതിച്ചില്ല. നിങ്ങൾ സമ്മതിക്കണ്ട. എനിക്ക് ഉള്ളതല്ലേ വെക്കാൻ പറ്റുള്ളൂ. ബൈക്ക് നിന്നല്ലേ? ബൈക്ക് ഇപ്പൊ ഞാനാണെങ്കിൽ 1000 രൂപയ്ക്ക് ബെറ്റ് വെച്ചു. അപ്പൊ നീ തിരിച്ച് 2 രൂപയ്ക്കാണ് ബെറ്റ് വെക്കണ്ടേ? അത് നിങ്ങളുടെ ഇഷ്ടമാ. അത് ഇവരുടെ ഇഷ്ടമാ. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നാ കൊമ്പാറ്റം ബെറ്റ് വണ്ടിക്ക് വെച്ചെന്ന് വിചാരിച്ചോ? അന്ന് ഞാൻ ബുർജേലി കൊടുക്കാന്ന് പറയുവാ. പക്ഷേ ഉള്ള സാധനം എനിക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനം കൊടുക്കാന്ന് പറയുള്ളൂ. പക്ഷെ എനിക്കത് കൊടുക്കാൻ പറ്റൂല. 500 തിന്നാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ ബെറ്റ് വെക്കാം. തിന്നാൻ പറ്റില്ല എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം. 500 തിന്നാൻ പറ്റില്ല. അത് സമ്മതിക്ക്. പറ്റത്തില്ല. സമ്മതിക്കില്ല. അങ്ങനെ പറ. അപ്പൊ 500 തിന്നാൻ പറ്റില്ല. ബെറ്റ് ക്യാൻസൽ. സമ്മതിക്കത്തില്ല. അങ്ങനെ സമ്മതിക്കത്തില്ല. അങ്ങനെ പറ. സമ്മതിക്കത്തില്ല. എന്ത് ചെയ്യും? സമ്മതിപ്പിക്കത്തില്ല. ഈ ബെറ്റ് വേണേ വെച്ചാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് ആദ്യമേ തുടങ്ങിയിട്ടല്ല. സൗകര്യമില്ല. ഗെയിമിംഗ് പീസിലെ വണ്ടിയിലൊന്നുമില്ല. 10,000 രൂപ ബെറ്റ്. 10,000 നീ എന്ത് വേണേലും പറ്റി വെക്കും. ഞാൻ 1000 ആദ്യം പറഞ്ഞിട്ട് ഞാൻ 500 വെട്ടി ആണത്തവും ബുദ്ധിയില്ലായ്മയും ഇതായിട്ട് ഞാൻ ഇത് ചെയ്യാറില്ല. അങ്ങനെ നമ്മള് 10,000 നോക്കിയല്ലേ? 10,000 ഓക്കെ ആണല്ലോ. 500 മറ്റേ പാനിപ്പൂരി കഴിച്ചിട്ടുണ്ടെങ്കിൽ 10,000 രൂപ ഞാൻ എഡിന് കൊടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നീ ജയിക്കോ? ഞാനൊരു കാര്യം വേണ്ടേ? എനിക്ക് ബെറ്റ് വെക്കില്ല. ഇനി കൈ അടിച്ചോ? എനിക്ക് കൈ അടി. അതല്ല പറ്റത്തില്ല. കോൺഫിഡൻസ് മാത്രമാണ്. ഞാൻ ജയിക്കുമെന്ന് ഉറപ്പിച്ചില്ല. എന്റെ കോൺഫിഡൻസ് ആണ് ഞാൻ പറഞ്ഞത് ഞാൻ ജയിക്കുമെന്ന്. കോൺഫിഡൻസും അതൊന്നും കാര്യമില്ല. ജയിക്കുന്ന ഉറപ്പുണ്ടോ? അപ്പൊ നമ്മളെന്തെങ്കിലും 10,000 അവൻ തിന്നില്ലെങ്കിൽ അവൻ തിന്നില്ല. ഞാൻ 10,000 എനിക്ക് തരും. അവൻ തിന്നാ ഞാൻ 10,000 അവന് കൊടുക്കും. ഓക്കെ അല്ലേ? നിന്റെ വണ്ടി വിട്ടിട്ടാണെങ്കിലും കൊടുക്കണം. പട്ടികളെ അത് ബുദ്ധിയില്ല. അതാണല്ല
ഇതാണെന്നല്ല. എടാ പൈസ കൊടുക്കുന്ന ഞാൻ പറഞ്ഞേ, വണ്ടി വിറ്റിട്ടാണെങ്കിൽ ഞാൻ പൈസ കൊടുക്കുന്നതാ പറഞ്ഞേ. എന്നാ എന്തിലേക്ക് 10,000 രൂപ വെറ്റ് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് വെറ്റ് വെച്ചിട്ട് കയ്യിലടിക്കുക അടിച്ച രണ്ടുപേരെ കാണാനല്ലേ. നേരെ മുട്ടിയിട്ടില്ല, അവിടെ മുട്ടിയിട്ടില്ല. പിടിച്ചിട്ട് പറയാ ഇതാ ഇവിടെ മുട്ടിയിട്ടില്ല, നേരെ മുട്ടിയിട്ടില്ല. ഫുള്ള് മറ്റേ അന്ധവിശ്വാസങ്ങളുള്ള മൊത്തം. എന്നല്ല ഇവനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇവനൊക്കെ തോന്നി 10,000 രൂപ ബെറ്റ്. 10,000 രൂപ ബെറ്റ്. ആര് ജയിച്ചാലും ജയിച്ചില്ലെങ്കിൽ പൈസ എനിക്ക് ചെലവ് വേണം. ആര് ജയിച്ചാലും ജയിച്ചില്ലെങ്കിൽ എനിക്ക് ചെലവ്. അപ്പൊ എന്നാ അവനെന്തായാലും തിന്നില്ല. അത് ആ ബൈക്ക് വെക്കൂലെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവൻ തിന്നില്ല. അപ്പൊ 10,000 നമുക്ക് ഓരോ കളികളല്ലേ. ആങ്കറിന് വേണ്ടി ഞാൻ ഒരു 1000 രൂപ 10,000 കിട്ടി. അല്ല അവന്റെ 10,000 കിട്ടിയ 1000 രൂപ ഞാൻ നിനക്ക് വരും. ഇപ്പൊ 10,000 നിനക്ക് തന്നാ 1000 ഞാൻ നിനക്ക് വരും. അപ്പൊ 11,000 ആയി. റിച്ചായി ഒന്ന് റിച്ചായി. ഞാൻ തിന്നു. തിന്നും 10 ബാക്കി 490 ബാക്കിയായിരിക്കും. അപ്പൊ കൊമ്പനി ചിരിച്ചോണ്ടിരുന്നു. ഗൈസ്, അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടല്ലോ, എന്തായാലും ബെറ്റ് ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാ ബെറ്റ് ആര് ജയിക്കുമെന്ന്. ഓക്കെ ആണല്ലേ ഗൈസ്. അപ്പൊ എന്തായാലും ചലഞ്ച് വീഡിയോ നാളെ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ ഗൈസ്. ലവ് യു ഓൾ.